ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ കുറേ പാർട്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞു. ഇനി ബ്രേവ്സ് ലാറ്റിസ് എന്താണെന്നും നോക്കാണ്ട്, പിന്നെ അതേപോലെ നോൺ സോഷ്യോമെട്രിക്കും സ്റ്റോഷ്യോമെട്രിക്കും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ സെക്കൻഡ് മൊഡ്യൂൾ കഴിയും. അപ്പോൾ ബ്രേവ്സ് ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ബ്രേവ് ലാറ്റിസസ് ഉണ്ട്. ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോഹെഡ്രൽ, മോണോസൈക്ലിക്, ട്രൈക്ലിനിക്, ഹെക്സഗണൽ, റോംബോഹെഡ്രിക്, അങ്ങനെ 7 നെയിം ഓഫ് സിസ്റ്റംസ് ഉണ്ട്. അതിന് നമ്പേഴ്സ് പഠിക്കണം, പിന്നെ അതേപോലെ നെയിമും പഠിക്കണം. ക്യൂബിക് എല്ലാത്തിലും പ്രിമിറ്റീവ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കണം. ഇത് മറ്റേ ബോക്സിനെ പോലെ പഠിക്കാതിരിക്കരുത്. ഇത് മാക്സിമം പഠിക്കാൻ പറ്റുന്നൊരു ടൈപ്പ് ബോക്സാണ്. അപ്പോൾ ഇത് എന്തായാലും പഠിക്കാൻ നോക്കുക. ക്യൂബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു 3 ബ്രേവ്സേ ഉള്ളൂ: പ്രിമിറ്റീവ്, BCC, FCC. ഇനി ടെട്രാഗണലാണെങ്കിൽ 2 ഉള്ളൂ: പ്രിമിറ്റീവും BCC, FCC ഇല്ല. പിന്നെ ഓർത്തോഹെഡ്രലാണെങ്കിൽ 4 ഉണ്ട്: പ്രിമിറ്റീവ് ഉണ്ട്, BCC ഉണ്ട്, FCC ഉണ്ട്, എൻസെൻറ്റേർഡ് ഉണ്ട്, അങ്ങനെ 2 ഉണ്ട്. പിന്നെ മറ്റേത് മോണോസൈക്ലിക് ആണെങ്കിൽ 2 ഉള്ളൂ: ഒന്ന് പ്രിമിറ്റീവും ഒന്ന് എൻസെൻറ്റേർഡും. ട്രൈക്ലിനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഉള്ളൂ: പ്രിമിറ്റീവ്. ഹെക്സഗണലിൽ 1 ഉള്ളൂ: പ്രിമിറ്റീവ്. റോംബോഹെഡ്രലിൽ 1 ഉള്ളൂ: പ്രിമിറ്റീവ്. ഓക്കെ, അത്രയേ ഉള്ളൂ. എ സിമ്പിൾ ക്യൂബ് ഓർ പ്രിമിറ്റീവ് ലാറ്റിസ് ആർ മോഡിഫൈഡ് പ്ലേസ് ഓഫ് ദ കോർണേഴ്സ് except in a triangle where 2 additional motifs appears. അതൊന്നും നോക്കണ്ട, അത് എഴുതാണ് ബോഡി എന്നുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് എഫക്റ്റീവ് നമ്പേഴ്സ് ഓഫ് എ സിമ്പിൾ, എഫക്റ്റീവ് നമ്പേഴ്സ് ഓഫ് BCC, എഫക്റ്റീവ് നമ്പേഴ്സ് ഓഫ് FCC, ദെൻ ലാറ്റിസ് പ്ലെയിൻ എന്താണെന്ന് നോക്കണം. അത്രയേ ഉള്ളൂ. സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? എഫക്റ്റീവ് നമ്പേഴ്സ്, ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ദ പാർട്ടിക്കിൾസ് ആക്ച്വലി ബിലോങ് ടു ദ യൂണിറ്റ് സെൽ. എഫക്റ്റീവ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിലോങ് ചെയ്യുന്നു, അതിനെ പറയുന്നതാണ് എഫക്റ്റീവ് നമ്പർ. എഫക്റ്റീവ് നമ്പർ ഓഫ് സിമ്പിൾ ക്യൂബിൻ്റെ എഫക്റ്റീവ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/8. 8 ആണ് അതിൻ്റെ കോർണേഴ്സ്. 8 × 1/8 = 1. So, number of atom present in a simple cubic unit is equal to 1. Okay. Then effective number of BCC. BCCയുടെ effective number എന്ന് പറഞ്ഞാൽ in BCC there is a particles at 8 corners. 8 കോർണേഴ്സിൽ BCCയിൽ പ്രസൻ്റ് ആണ്. അപ്പോൾ നമ്മളെന്താ 8 നമ്മുടെ അടുത്ത് ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് സെൻറ്ററിൽ 1 ഉണ്ട്. അപ്പോൾ 1 + 1 = 2. എഫക്റ്റീവ് നമ്പേഴ്സ് ഓഫ് FCC, ഫേസിൻ്റെ ലാട്രസസിൽ എത്രയുണ്ട്? 3 + 1 + 1 = 4. 3 എങ്ങനെ? 6 ഫേസസ് ഉണ്ട്. 1/2 × 6 = 3. 1/2 × 6 = 3. പിന്നെ അവിടെ ഒരു 1 കിടക്കുന്നുണ്ട്. അപ്പോൾ 3 + 1 = 4 എന്ന് കിട്ടുന്നു. ഇനി ലാറ്റിസ് പ്ലെയിൻ, ദ സെറ്റ് ഓഫ് പാരലൽ ആൻഡ് ഇക്വിഡൻറ്റ് planes of crystal lattice passing through the lattice point and laying parallel to the crystal faces. Then simple cubic lattice structure is completely described by 100, 110, 111 planes ഒക്കെ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇതൊന്നും ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ നേരെ നോക്കേണ്ടത് ഇതൊക്കെയാണ്: എഫക്റ്റീവ് നമ്പർ ഓഫ് സിമ്പിൾ ക്യൂബ്, എന്താ പറയുക, എഫക്റ്റീവ് നമ്പർ ഓഫ് BCC, FCC, ഇത് നോക്കണം. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച ഈ ബ്രേവ്സ് ലാറ്റിസ് ജസ്റ്റ് നോക്കി വെക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.